നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമുക്ക് വാസ്തുശാസ്ത്രപരമായിട്ടുള്ള ഒരു വിഷയം പറഞ്ഞു പോകാം. കന്നിമൂല എല്ലാവരും പ്രാധാന്യത്തോടെ കൂടി നോക്കുന്ന ഒരു വിഷയമാണ്. കന്നിമൂല ശ്രദ്ധിച്ചാൽ നല്ലൊരു ശതമാനം വാസ്തു അനുകൂലമാകുന്നതാണ്. കന്നിമൂലയിൽ ശ്രദ്ധിക്കേണ്ട 11 പ്രധാന കാര്യങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തി പ്രതിപാദിക്കുന്നത്. കന്നിമൂലയെ സംബന്ധിച്ച് നിരവധി സംശയങ്ങൾ ഉണ്ടാകാം പലർക്കും. നിങ്ങളുടെ സംശയങ്ങൾ ഈ വീഡിയോയിൽ നിവർത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. കൂടുതലായിട്ട് സംശയങ്ങളുള്ളവർക്ക് ചോദിക്കാവുന്നതാണ്. അതിനനുസരിച്ച് നമുക്ക് പ്രത്യേകിച്ച് ആ വിഷയത്തെ കൈകാര്യം ചെയ്യാം. കന്നിമൂല എന്നത് ഈശാനകോൺ അഥവാ കിഴക്കുവടക്ക് മൂല പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. വാസ്തുപുരുഷന്റെ പാദം വരുന്ന ഭാഗമാണ്. പാദത്തിൽ മുറിവുകളോ കേടുപാടുകളോ ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തിക്ക് ചലന സ്വാതന്ത്ര്യം തന്നെ നഷ്ടപ്പെടുകയാണ്. ആരോഗ്യം പിന്നീട് ക്ഷയിക്കുന്നതിനൊക്കെ അത് കാരണമാകും. അതേ പ്രാധാന്യം തന്നെയാണ് കന്നിമൂലയ്ക്ക് വാസ്തുശാസ്ത്രത്തിലും ഉള്ളത്. കൂടുതൽ വിശദമായിട്ട് പറയുന്നില്ല. വീടിന്റെ കന്നിമൂല ഭാഗത്ത് ശ്രദ്ധിക്കേണ്ട 11 പ്രധാനപ്പെട്ട കാര്യങ്ങളെ നമുക്ക് ഇന്ന് പറഞ്ഞു പോകാം. ഒന്നാമത് പറയാനുള്ളത്, കന്നിമൂല ഭാഗം ഒരിക്കലും കട്ടാക്കിയിടാതിരിക്കുക. അതായത് മുറിഞ്ഞു പോകുന്ന രീതിയിൽ, അവിടെ മുറിവുണ്ടാകുന്ന രീതിയിൽ വീട് പണിയാതിരിക്കുക. അതായത് ചതുരശ്ര ആകൃതിയിൽ തന്നെ ആയിരിക്കണം വീട് പണിയേണ്ടത് എന്നാണ് അർത്ഥം. ഇനി രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, പലരും സിറ്റ് ഔട്ട് പണിയുന്നത് കന്നിമൂല ഭാഗത്ത് കണ്ടിട്ടുണ്ട്. കന്നിമൂല ഭാഗത്ത് പരമാവധി സിറ്റ് ഔട്ടുകൾ ഒഴിവാക്കുക. മൂന്നാമത് പറയാനുള്ളത്, സിറ്റ് ഔട്ട് പോലെ തന്നെ കാർ പോർച്ച് നൽകുന്ന സംവിധാനവും പലയിടത്തും കാണുന്നുണ്ട്. കന്നിമൂലയിൽ കാർ പോർച്ചും അശുഭ ഫലത്തെ ചെയ്യുന്നതാണ്. നാലാമത്തെ സൂചന നൽകാനുള്ളത് അടുക്കള എന്നുള്ളതാണ്. കന്നിമൂലയിൽ ഒരിക്കലും അടുക്കള വരാൻ പാടില്ല. അഞ്ചാമത് സൂചിപ്പിക്കേണ്ടത് ടോയ്ലറ്റ് വരാൻ പാടില്ല എന്നുള്ളതാണ്. ടോയ്ലറ്റോ അതുപോലെയുള്ള അശുദ്ധമായിട്ടുള്ള കാര്യങ്ങളോ കന്നിമൂലയിൽ ഒരിക്കലും പാടില്ല. അത് ദോഷത്തെ ചെയ്യുന്നതാണ്. ആറാമത് പറയാനുള്ളത്, കിണർ, വലിയ കുഴികൾ തുടങ്ങിയ കാര്യങ്ങൾ കന്നിമൂലയിൽ വരാൻ പാടില്ല എന്നുള്ളതാണ്. അത് വീടിന്റെ കന്നിമൂലയിലായാലും വസ്തുവിന്റെ കന്നിമൂലയിലായാലും ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. ഏഴാമത് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ, മേൽക്കൂര കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ചിലരൊക്കെ കന്നിമൂല ഭാഗം താഴ്ത്തി കൊടുക്കാറുണ്ട്. എന്നാൽ താഴ്ത്തി ഒരിക്കലും അവിടെ ചെയ്യാൻ പാടില്ല. കന്നിമൂല എപ്പോഴും ഉയർന്നിരിക്കുന്നത് തന്നെയാണ് നല്ലത്, അത് മേൽക്കൂരയാണെങ്കിലും. എട്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടാമത്തെ നില പണിയുന്ന സമയത്ത് കന്നിമൂല ഭാഗം ഒരിക്കലും ഒഴിച്ചിടാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി ഒൻപതാമത്തെ സൂചന പറയാം, കോമ്പൗണ്ട് മതിലുകൾ കെട്ടിത്തിരിക്കുമ്പോൾ കന്നിമൂല ഭാഗത്ത് വഴി വന്ന് കയറുന്ന രീതിയിൽ കൊടുക്കാതിരിക്കുക. ഇനി പത്താമത്തെ സൂചന പറയാം, പട്ടിക്കൂട്, പക്ഷിക്കൂട് തുടങ്ങിയ കാര്യങ്ങൾ കന്നിമൂല ഭാഗത്ത് ഒരിക്കലും കൊടുക്കാതിരിക്കുക. ചുറ്റുമതിൽ കെട്ടുമ്പോൾ ചിലരെങ്കിലും പ്രധാന ഒരു ചെറിയ വഴി ഇട്ടതിനു ശേഷം വലിയ ഗേറ്റ് കന്നിമൂല ഭാഗത്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള വലിയ ഗേറ്റുകളും കന്നിമൂല ഭാഗത്ത് പാടില്ലാത്തതാണ്. ഇത്രയും 11 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എന്റെ ഓർമ്മയിൽ കന്നിമൂലയുമായി ശ്രദ്ധിക്കേണ്ടത്. ആ വിഷയം നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് കൂടുതലായിട്ട് സംശയം ഉണ്ടെങ്കിൽ എഴുതി ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.